പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗീച്ച ടെസറിൻ്റെ ലുക്കാണ് കേട്ടോ വന്നേക്കുന്നത്. പക്ഷേ ഇത് ടസറല്ല, സെമി ടെസറിൽ വന്നേക്കുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കളക്ഷനാണ്. നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സിൻ്റെ അകത്ത് പ്രിൻറ്റഡ് ദുപ്പട്ടയുടെ കോമ്പിനേഷനും ബോഡി ഗീച്ച ടെസറിൻ്റെ ഒരു ലുക്കുമായിട്ട് കൊണ്ടുവന്നേക്കുന്ന 4 ഷെയ്ഡ്സ് ആണ് കേട്ടോ അതിനകത്ത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇറ്റ്സ് റെഡി ടു ഡിസ്പാച്ച്. നമുക്ക് നമ്മളെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും ഈ കളക്ഷൻസ് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1699 ആണ്. ടോപ്പ് സെമി ടെസർ എന്ന് പറയുന്നത് ആക്ച്വലി സെമി സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ്. അതിനകത്ത് ടസറിൻ്റെ ഒരു ടെക്സ്ചർ കൊണ്ടുവന്നിട്ട് ഗീച്ച ടസറിൻ്റെ ഒരു ടെക്സ്ചർ അതിനകത്ത് കൊണ്ടുവന്നേക്കാണ്. ആൻഡ് ദുപ്പട്ടയിലും അതുപോലെ തന്നെ ആ ഒരു കുറച്ചും കൂടെ ലൈറ്റർ വീവിങ്ങിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ സെയിം ലുക്ക് ആ ഒരു ടെക്സ്ചർ തന്നെ വരുന്നുണ്ട്. ഗോൾഡൻ ജെറിയിൽ, അതെ ലൈറ്റ് ഗോൾഡ് ജെറിയുടെ ഒരു ബോർഡർ പാറ്റേണും അതിനകത്ത് വന്നിട്ട്. അപ്പോൾ ഇതിനൊക്കെ ഗ്രീൻ ടിൻറ്റഡ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ വീവിൻ്റെ മുകളിൽ കൂടി ആ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് വരുന്നേക്കുന്ന കാരണമാണ് കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ട് വന്നേക്കുന്ന ദുപ്പട്ടയാണ്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ ബോട്ടമാണ്. ഇതിൻ്റെ കൂടെ പാരതിങ് അത്യാവശ്യം സ്റ്റാർച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇഫ് യു വാണ്ട് യു ക്യാൻ പ്രീ വാഷ്. ടൈറ്റ് ഫിറ്റിങ്ങിലാണെന്നോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രീ വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ SWയുടെ കോഡിലാണ് SW1642 എന്ന് SW1642 എന്ന കോഡിലാണത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഷെയ്ഡ് ഇസ് എ ഗ്രീൻ ടോൺ, ഓലിവ് ഗ്രീൻ്റെ ആണ് ലുക്ക് വന്നിരിക്കുന്നത്. സെയിം ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട എല്ലാം ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ്. അപ്പോൾ ഒരു മെറ്റാലിക് ടെക്സ്ചർ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ദിസ് ഇസ് എ പ്രിട്ടി ദുപ്പട്ട. ഇതിൻ്റെ ആഞ്ചൽ പോർഷൻ വരേക്കും ഈ ഒരു സെയിം ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ കുറച്ച് കൂടുതലായിട്ട് അവിടെ വരുന്നുണ്ട്. ആൻഡ് ബോഡിയിൽ ദുപ്പട്ടയുടെ ബോഡിയിൽ വന്നിരിക്കുന്ന കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വയലറ്റ്, ഗ്രീൻ, പിങ്ക് ഷെയ്ഡ്സിൻ്റെ ഒരു കോമ്പിനേഷൻ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ടോണിലാണ്, മെറ്റാലിക് ബ്ലൂ ഷെയ്ഡാണ്. ഡാർക്ക് നേവിയുടെ മെറ്റാലിക് ടോണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദുപ്പട്ട ഡിജിറ്റൽ പ്രിൻറ്റഡ് ആണ്. സോ യു നോട്ട് ഹാവ് ടു വറി അബൌട്ട് ദി പ്രിൻറ്റ് ഡ്യൂറബിലിറ്റി. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന പ്രിൻ്റാണ് വരിക. ഇതാണ് എൻ്റെ ലുക്ക്. നല്ല ഭംഗിയായിട്ടാണ് ഒരു കോമ്പിനേഷൻ. വർക്ക് വെയറിന് വളരെയധികം സൂട്ടബിൾ ആണ്. വീട്ടിൽ തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. മെഷീൻ വാഷ് ആദ്യമേ സജസ്റ്റ് ചെയ്യത്തില്ല. ഒന്ന് ഡിപ്പ് വാഷ് ചെയ്ത് ആദ്യം ഫസ്റ്റ് 2 സൈക്കിൾസ് ഒന്ന് ഡിപ്പ് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സെറ്റൂണാണ് കേട്ടോ ബോട്ടമായിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു വാടാമുല്ലയുടെ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു ഷെയ്ഡാണ്. ആണ് എൻ്റെ ടോപ്പിൽ നമുക്ക് വർക്ക് ചെയ്യുക നല്ലതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷണൽ വെയറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്ത ടോപ്പാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് ഷെയ്ഡ് ഒരു പിങ്കിഷ് ടോൺ വന്നിട്ടുണ്ട്. അതിനകത്ത് റെഡിഷ് ഷെയ്ഡാണ്. ദിസ് ഇസ് ദി ലുക്ക്. ഒരു ഓറഞ്ചും റെഡിൻ്റെയും പിങ്കിൻ്റെയും ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള 4 കളേഴ്സിൻ്റെ അകത്ത് ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന ഗീച്ച ടസർ ലുക്കിൽ വരുന്ന ആ ഒരു ഫിനിഷിങ് കൊടുത്ത് ചെയ്തേക്കുന്ന സെമി സിൽക്ക് സെറ്റ് കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാം. ഒരു ലാസ്റ്റ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനുമാണ് കേട്ടോ. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ്സ് സമ്മർ സീസൺ ആൻഡ് സൂപ്പർ നെറ്റ് കോട്ട ആണ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ആയിട്ട് വന്നിരിക്കുന്ന ഫാബ്രിക് പീസ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടയാണ്. പക്ഷേ സൂപ്പർ നെറ്റ് കോട്ട മാത്രമല്ല കേട്ടോ, കോട്ട മൊത്തത്തിൽ കോട്ടാസ് എല്ലാം ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈമാണ്. സോ ടുഡേ വി ഹാവ് റൈസ് കോട്ടയിൽ വന്നിരിക്കുന്ന ഒരു സൽവാർ സെറ്റ്. കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറി ആണ്. നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കളക്ഷൻ ആട്ടോ. നമുക്ക് ഡെയിലി വെയറിന്, നമുക്ക് വർക്ക് വെയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിലും നല്ലതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്ലോസ് ഫാമിലി സർക്കിളിൽ വരുന്ന ഫംഗ്ഷൻസിനൊക്കെ നല്ലതാണ്. നമുക്ക് കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക് പീസ്. പിന്നെ നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു ഈ ഒരു ഫാബ്രിക് കോട്ട എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് പീസാണ്. ലൈറ്റർ വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലും അത് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു ഡോണ്ട് വാണ്ട് ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ്. ആൻഡ് ആക്ച്വലി നമുക്ക് അത്രയ്ക്കും ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് നമുക്ക് ഈ ഒരു സമ്മറിലാകുമ്പോഴത്തേക്ക് ഇടാനേ തോന്നത്തില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫാബ്രിക്കും നമ്മുടെ സ്റ്റിച്ച് ലൈൻസിൻ്റെ അവിടെ, സീംസിൻ്റെ അവിടെയൊക്കെ ഡ്യൂറബിലിറ്റി കൂട്ടാനായിട്ടും കുറച്ചൊരു കംഫർട്ട് ഫിറ്റിങ്ങിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് ദ ഹോൾ സ്റ്റൈൽ വിൽ ഷിഫ്റ്റ് ടു ദി കംഫർട്ട്
ഫിറ്റിംഗ്. കാരണം നമ്മളത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സമ്മർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫിറ്റിങ്സ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഇപ്പം വെസ്റ്റേൺസിലാണെങ്കിൽ പോലും സമ്മർ ഡ്രസ്സസ് ഒക്കെ നോക്കിയാൽ ഒരു ലൂസർ ഫ്ലെയറി ഫിറ്റ്സിലോട്ട് പോവുകയും ചെയ്യും. സോ ദിസ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ്. എല്ലാ സമ്മേഴ്സിലും നമുക്കത് അറിയാവുന്നൊരു കാര്യമാണ്. ഓഫ് വൈറ്റ് ബേസിനകത്താണ് വന്നിരിക്കുന്നത്. സോ ലെസ് ഹീറ്റ് ആൻഡ് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ പാറ്റേൺ ആണ് ഇന്നത്തേനകത്ത് വരിക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല, എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സെയിം തന്നെയാണ്. SW16 ഇതിൻ്റെ കോഡ് വരുന്നത് SW1649, പ്രൈസ്ഡ് അറ്റ് 1349. 2 ടോണിൽ വന്നിരിക്കുന്ന പിങ്ക് ഷെയ്ഡിലെ ഫ്ലോറൽസ് വിത്ത് 2 ടോണിൽ തന്നെ ലീഫ് ചെയ്ത് ഒരു ഷെയ്ഡഡ് ആണ് കേട്ടോ. ലീവ്സ് ഫുള്ളായിട്ട് ഷെയ്ഡഡ് ആയിട്ടുള്ള യാൻസ് യൂസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ ടു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയും ടോപ്പും റൈസ് കോട്ടയിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഒരു റയോൺ സ്ലബ് റയോൺ ഫീൽഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലിലാണ്. ആൻഡ് ഈ ഒരു കളറിൻ്റെ അതേ ബേസിലാണ് കേട്ടോ, ബേസ് എംബ്രോയിഡറി കളറിൻ്റെ അതേ ബേസിലാണ് അതിനകത്ത് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. കംഫർട്ടബിൾ ആണ്, ഇത് സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇറ്റ്സ് ഗുഡ് ടു വെയർ ഫോർ ദ സീസൺ. Then we have peach, and then we have a soft pink and off-white combination, of a creamy shade combination, and blue in the shade. നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കാണാം. ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യും, ഫുള്ള് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ ലുക്ക് ദുപ്പട്ടയിൽ നമുക്ക് ബോർഡർ വൺ സൈഡ് ബോർഡറിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് വൺ സൈഡിൽ ബോർഡർ വരുന്നില്ല. ആൻഡ് ടോപ്പ് സ്റ്റിച്ച് വെച്ച് ഫോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്ന എഡ്ജസ് ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് സ്കാറ്റേഡ് ആയിട്ടുള്ള ഫ്ലോറൽ ലുക്കും കൂടെ ഫേസിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്കിലാണ് വരുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് പിങ്ക് ഷെയ്ഡ്. ഇതൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. അതിൻ്റെ വരുന്നത് ബോട്ടത്തിൻ്റെ ഷെയ്ഡ് ഇതാണ്. ഇത് നമുക്ക് ആ ഒരു ഡ്രസ് ലുക്കിൽ അല്ലെങ്കിൽ എലൈൻ ഡ്രസ് ലുക്കിൽ വിത്ത് ദുപ്പട്ട പെയർ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഈവൻ ഗിവ് ദിസ് ആസ് എ ലൈനിങ്. ഐ ജസ്റ്റ് ഷോ യു. നമുക്ക് ലൈനിങ് ഇതാക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ അഹെഡ് ആൻഡ് ഡു ദാറ്റ്. നല്ലൊരു ഷെയ്ഡ് കിട്ടാം കേട്ടോ, നല്ല ഭംഗിയാണ്. വിതൗട്ട് ബോട്ടം വേണമെങ്കിൽ ചെയ്യാം. ഓർ ഗ്രീൻ ബോട്ടംസ് എല്ലാത്തിൻ്റെയും കൂടെ പോകും. ഇങ്ങനത്തെ ഒരു ടോണിൽ വന്നിരിക്കുന്ന ഗ്രീൻ ബോട്ടം നമുക്ക് ഏതെങ്കിലും സലവാർ സെറ്റിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ്റൺ ആയാലോ കോട്ടൺ ആയാലോ ഒക്കെ ഓക്കെയാണ്. ആ ഒരു ഫ്ലെയറി ലുക്കിൽ നല്ല രസമായിട്ട് വരികയും ചെയ്യും. ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത് 2 ടോണിലാണ്. ഇതിനകത്തും എംബ്രോയിഡറി വരിക. ആ ഒരു ഫ്ലോറൽസ് ആൻഡ് ലീഫ് പാറ്റേൺ 2 ഷെയ്ഡ്സിൽ ബോഡിയിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി കളർ. ദെൻ വി ഹാവ് ബ്ലൂ. അപ്പോൾ ബ്ലൂവിൽ ഇതേപോലെ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. കോൺട്രാസ്റ്റ്. അപ്പോൾ ബോട്ടം ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് കളറിൽ നമുക്ക് അത് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ലൈറ്റായിട്ട് നിൽക്കത്തുള്ളൂ. ഇതർ ഓഫ് വൈറ്റ് ഓർ ദിസ് വൺ. ഇതാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സെയിം എംബ്രോയിഡറി ഡീറ്റെയിൽ തന്നെയാണ് എല്ലാത്തിലും വന്നിരിക്കുന്നത്. വൺ സൈഡിൽ ബോർഡർ വരുന്നുണ്ട്, 2 സൈഡിലായിട്ട് കംഫർട്ടബിൾ ആണ്. മെറ്റീരിയൽ ഇസ് എ മീഡിയം കംഫർട്ട് റേഞ്ചിൽ വന്നിരിക്കുന്നത്. ദുപ്പട്ട ക്യാരി ചെയ്യുമ്പോഴത്തേക്കും എയറി മെറ്റീരിയലാണ്, ഗിവ്സ് യു സോർട്ട് ഓഫ് കംഫർട്ട്. ആൻഡ് 1349 റേഞ്ചിൽ വന്നിരിക്കുന്ന 5 കളേഴ്സ് ഡയറക്ഷൻ. മിറർ വർക്ക് സോളിഡ് കുർത്തയ്ക്കകത്ത് നല്ലൊരു രസമുള്ള ഒരു പ്ലേസ്മെൻറ്റിൽ മിറർ വർക്ക് ഡീറ്റെയിലും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റയോൺ കുർത്തയാണ് കേട്ടോ. നമുക്കിപ്പം വളരെ കംഫർട്ടബിൾ മെറ്റീരിയൽ. ഈവൻ ചൂട് സമയത്താണെങ്കിൽ പോലും ബ്ലാക്ക് ആണ്, പക്ഷെ നമ്മൾ എന്നാലും ഒരു AC അറ്റ്മോസ്ഫിയറിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ ഒരു മെറ്റീരിയൽ റയോൺ ഇസ് ഓൾവേസ് വെരി സോഫ്റ്റ് ഓൺ ആ സ്കിൻ. നമുക്ക് ആ ഒരു ഫ്ലോയി ആയിട്ട് അങ്ങനെ കിടക്കും. നമുക്ക് ഇടാൻ ഭയങ്കര സുഖമായിട്ടുള്ള മെറ്റീരിയൽ ബേസ് ആണ് കേട്ടോ. കാഷ്വൽ കുർത്തയ്ക്കകത്ത് നല്ല പ്രൈസ് റേഞ്ചുമാണ്. 899 റേഞ്ചിൽ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൻ്റെ അകത്ത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടും നമ്മുടെ ഇൻസ്റ്റോർ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട്. സോ ഇഫ് യു ലൈക്ക് ടു ട്രൈ ഇറ്റ് ഓൺ യു ക്യാൻ ജസ്റ്റ് വിസിറ്റ് us. നമ്മൾ ഏത് സ്റ്റോറിൽ വന്നു കഴിഞ്ഞാലും ആ സൈസ് വേരിയേഷൻസ് ഒക്കെ നമ്മൾ അതിനകത്ത് അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ യു ക്യാൻ ട്രൈ ഇറ്റ് ഓൺ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു പടി ഡീറ്റെയിൽ വരുന്നുണ്ട് സ്ലീവിൽ. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂഷ്വലി ഹെം ലൈനിലാണ് വർക്ക് കാണാറുള്ളത്. കുറച്ചും കൂടി അപ്പർ പ്ലേസ്മെൻറ്റിൽ ജസ്റ്റ് ബിലോ എൽബോ ആയിട്ടുള്ളത് മിറർ വർക്ക് വരുന്നുണ്ട്. ഇത് മെഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഫിലിംസ് ആണ് കേട്ടോ അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. റിയൽ മിറേഴ്സ് അല്ല, ഫിലിമാണ് ആ ഒരു ഡീറ്റെയിൽ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയാണ്. ആൻഡ് ഒരു
പെറ്റൽ പോലത്തെ ഉള്ള ഒരു വി ഷേപ്പാണ്, കുറച്ച് കേർവ്ഡ് ആയിട്ടുള്ള വി ഷേപ്പിൽ ആ ഒരു സെയിം മിറർ വർക്ക് ഡീറ്റെയിൽ മെറൂൺ ഷെയ്ഡിലും ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു കുർത്ത നമുക്ക് ഇതേപോലെ ബ്ലാക്ക് ബോട്ടംസിൻ്റെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോട്ടോ അതുപോലെ തന്നെ മെറൂൺ ദുപ്പട്ടയൊക്കെ ആയിട്ട് വേറെ സൽവാർ സെറ്റിൻ്റെ ഒക്കെ കോമ്പിനേഷൻസിൽ ഇത് സ്റ്റാൻഡേർഡ് കളർ. അപ്പോൾ നമുക്ക് ഈവൻ നമ്മുടെ കയ്യിൽ അജ്രക് ലുക്സിലൊക്കെ വന്നിട്ടുള്ള സൽവാർ സെറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഈവൻ ഇൻഡിഗോയുടെ ദുപ്പട്ടാസ് കോട്ട ദുപ്പട്ടാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇൻഡിഗോസ് ഒക്കെ എല്ലാവരുടെയും കയ്യിൽ കാണും, മിക്കവരുടെയും കയ്യിലുള്ളതാണ്. അങ്ങനെ കോമ്പിനേഷനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. 899 റേഞ്ചിൽ റയോണിൽ വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. സൈഡ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ലെങ്ത് ഏകദേശം ഒരു 43 ഇഞ്ച് അടുപ്പിച്ച് വന്നിരിക്കുന്ന ലെങ്ത് ആണ്. കറക്റ്റ് മെഷർമെൻറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കാണും. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന റെഡി ടു വെയർ, റെഡി ടു ഡിസ്പാച്ച് ആൻഡ് ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന കുർത്ത.